രവി വീട്ടിൽ ചെന്നതും സൗമ്യ വാതുക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. രവിയെ കണ്ടതും അവൾ ചോദിച്ചു, എത്ര നേരമായി വിളിക്കുന്നു, നിങ്ങളെന്താ ഫോൺ എടുക്കാത്ത, ഇത്രയും വൈകിയതെന്താ? അവൾ ചോദിച്ചു. അത് കൂട്ടുകാരുമൊക്കെ ആയിട്ട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ വിളിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ബെല്ലിൻ്റെ സൗണ്ട് കുറവായിരുന്നെന്ന് തോന്നുന്നു. സംസാരിക്കുന്നതിനിടയ്ക്ക് കേട്ടതുമില്ല. നല്ല ആൾ തന്നെ. ഞാൻ എത്ര നേരം കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതെന്നറിയോ? വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്നാ താമസിക്കുമെന്ന് വിളിച്ചെന്ന് പറയൂ, അതും ഇല്ല. ഓഹ്, മനുഷ്യൻ്റെ ഇവനങ്ങ് പോയി. ഇപ്പോഴാണ് ആശ്വാസമായത്. അവൾ അതും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ഞാൻ ആഹാരം എടുത്ത് വയ്ക്കാം, കൈ കഴുകിയിട്ട് വരൂ. അങ്ങനെ രവി ഡ്രസ്സ് മാറി കൈ കഴുകിയിട്ട് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ കസേരയിട്ട് അവൻ ഇരുന്നു. അവൾ ചോറും കറികളും അവന് വിളമ്പി. നീ കഴിച്ചോ? ഞാൻ എപ്പോഴേ കഴിച്ചു. പാതിരാത്രി വരെ എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല, അവൾ പറഞ്ഞു. അതിനുശേഷം അവൾ അവൻ്റെ ഓപ്പോസിറ്റ് ചേറിട്ടിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്, കൂട്ടുകാരെന്തൊക്കെ പറഞ്ഞ്? ഓ, പ്രത്യേകിച്ചൊന്നും ഇല്ലടി. അവരുടെയൊക്കെ ഓരോരോ വിശേഷങ്ങൾ പറയുകയായിരുന്നു. ഓ, നിങ്ങൾക്ക് വിശേഷങ്ങളൊന്നും ഇല്ല അവരോട് പറയാൻ? ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. പതിവിലും സന്തോഷവാനായിരുന്നു രവി. ഈ ഇടയായിട്ട് ഇപ്പോൾ സന്തോഷിച്ചിട്ട് കൂടുന്നുണ്ടല്ലോ, അവൾ തമാശയായിട്ട് പറഞ്ഞു. അവനത് ഉള്ളിലെവിടെയോ കൊണ്ട്. എന്താ, മനുഷ്യന് സന്തോഷിക്കാനും പാടില്ലേ? അവൻ ചോദിച്ചു. സന്തോഷിച്ചോ, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി നമ്മളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങളുടെ സന്തോഷമൊന്നും പോകണ്ട. അമ്മയൊക്കെ എവിടെ? അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ നേരത്തെ കിടന്നു. എനിക്കെങ്ങനെ ഉറക്കം വരാനാ, നിങ്ങളിങ്ങി വരാതെ? അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കയറി കിടക്കാനാണ് ഞാൻ വിളിച്ചത്. ഇത് ഫോണും എടുക്കൂല മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാനായിട്ട്. അവൾ കൃത്രിമ ദേഷ്യം പ്രകടിപ്പിച്ചു. അങ്ങനെ അവൻ ആഹാരമൊക്കെ കഴിച്ച് എഴുന്നേറ്റു. അവൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ റൂമിലേക്ക് വന്നു. അങ്ങനെ അവൾ കട്ടിലിൽ കുറച്ച് നേരം കിടന്നു. റീൽസ് പതിവായതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് നേരം റീൽസ് കണ്ടു. ആ സമയത്തൊക്കെ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടുകയായിരുന്നു. തനിക്ക് എന്താണ് രമ്യയോട് വീണ്ടും ഇത്രയും അടുപ്പമെന്നാണ് അവൻ ചിന്തിച്ചത്. ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരാകർഷണം. എപ്പോഴും അവളെ കാണണം, അവളോട് സംസാരിക്കണം എന്നൊക്കെ ഒരു തോന്നൽ. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അവൻ ആലോചിച്ചത്. ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ വിതച്ചിട്ട് പോയതാണ്. പിന്നീട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. താനോ അല്ലെങ്കിൽ അവളുടെ അമ്മയോ അച്ഛനോ അവൾ പ്രസവിച്ച കുഞ്ഞിനെയോ തിരക്കി പോലും അവൾ വന്നിട്ടില്ല, കാണാൻ പോലും ശ്രമിച്ചിട്ടില്ല. താനാണെങ്കിൽ അവൾക്ക് നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൾ തിരിച്ചു തന്നതോ? എന്നിട്ടും താൻ എന്തിനാണ് അവളെ ഇത്രയും സ്നേഹിക്കുന്നത്, അവൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ തയ്യാറാകുന്നത്, അവളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? അവനറിയില്ല. ഒരു പക്ഷേ ഒരിക്കൽ സ്നേഹിച്ചത് കൊണ്ടാവാം. സ്നേഹത്തിൻ്റെ വില അറിയാവുന്നവർക്ക് അതൊക്കെ മനസ്സിലാവും. സ്നേഹം അഭിനയിച്ചവർക്ക് അത് മനസ്സിലാവുകയുമില്ല. അവൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. ഇനി അവളെ ഉടനെ കാണണോ എന്നൊക്കെ അവൻ ചിന്തിച്ചു. ഒരു കാര്യം മറന്നു, അവളുടെ ഫോൺ നമ്പർ വാങ്ങിക്കേണ്ടതായിരുന്നു. അവന് അബദ്ധം പറ്റിയെന്ന് തോന്നി. ഇനി ഒരു ദിവസം അതിനായിട്ട് ഇറങ്ങണം. ഫോൺ നമ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാമല്ലോ. അങ്ങനെ ഓരോന്നാലോചിച്ച് കിടക്കവേ സൗമ്യ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സമയം എത്ര ആയെന്ന് വല്ല പിടിയും ഉണ്ടോ? കിടന്നുറങ്ങാൻ നോക്ക്. നീ റീൽസ് കണ്ട് മതിയായാ? ഓ, മതി, ഇന്നത്തേക്ക് ഇത്രയും മതി, ഇനി ബാക്കി നാളെ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ താഴ്ത്തി വെച്ചു. ഇനി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ലൈറ്റ് ആരണയ്ക്കും? അവൻ ചോദിച്ചു. ലൈറ്റ് ഞാൻ അണയ്ക്കും, അല്ലാതെ നിങ്ങൾ അണയ്ക്കുമോ? എല്ലാ പ്രാവശ്യവും ഞാനല്ലേ ലൈറ്റ് അണയ്ക്കുന്നത്. അങ്ങനെ അവൾ ലൈറ്റ് അണച്ചു. അവർ കിടന്നുറങ്ങി. അങ്ങനെ നേരം വെളുത്തു. രവിക്ക് ഓഫീസിൽ പോകണം. തകൃതിയായിട്ട് അടുക്കളയിൽ ജോലികൾ നടക്കുകയാണ്. അമ്മായിയും ഒരുമോളും കൂടി തകർത്ത് വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, രവിക്ക് ഓഫീസിൽ പോകണം. അങ്ങനെ എല്ലാവർക്കും ചോറ് കെട്ടണം. അങ്ങനെ അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട്. രവി അടുക്കള ഭാഗത്തോട്ട് കഴിക്കാനല്ലാതെ ഒന്നിനും ചെല്ലാറില്ല. അങ്ങനെ രവി ഫ്രഷായി, കുട്ടികളും ഫ്രഷായി റെഡിയായി വന്നു. ഇനി എല്ലാവർക്കും ആഹാരം കഴിപ്പാണ്. എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും കൂടിയിരുന്നു. ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ആഹാരങ്ങൾ കഴിച്ചു. ഇപ്പോൾ സച്ചുമോൾ വന്നതിന് ശേഷം തൊട്ട് അപ്പുക്കുട്ടൻ നല്ല ആക്റ്റീവാണ്. സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും അവന് നല്ല പക്വത വന്ന പോലെ. അതുപോലെ പഠിത്തത്തിലും നല്ല മുന്നേറ്റമുണ്ട്. സച്ചു നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവന് വേണ്ടുന്നതൊക്കെ അവൾ സഹായിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും സഹകരണ മനോഭാവവും പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട്. നല്ല രീതിയിൽ വളർന്ന കുട്ടിയാണ് സച്ചു. അതിൻ്റേതായിട്ടുള്ള പക്വതയും അറിവും അവൾക്കുണ്ട്. അത് അവനും പകർന്നു കൊടുക്കുന്നുണ്ട്. രവിക്കിപ്പോൾ അപ്പുക്കുട്ടനെ ഓർത്ത ടെൻഷനേ ഇല്ല. അവനിപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് തൻ്റെ പിറകെ കൂടാറില്ല. അവനിപ്പോൾ ചേച്ചി വന്നതിന് ശേഷം തൊട്ട് അവൻ എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ അടുക്കും ചിട്ടയും വന്ന് പതിവിലും എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യാറുമുണ്ട്.
ഹോംവർക്ക് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും അവന് പക്വത വന്നു. അതിൻ്റെ ഒരു സന്തോഷം കൂടി രവിക്ക് എക്സ്ട്രാ ഉണ്ട്. അതിന് സൗമ്യയോടും സച്ചുവിനോടും അവന് തീരാത്ത കടപ്പാടാണ്. സൗമ്യ പോലൊരു നല്ല ഭാര്യയെ കിട്ടിയതിലും നല്ലൊരു മോളെ കിട്ടിയതിലും താൻ എത്ര പുണ്യവാനാണെന്ന് രവി ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിരിച്ചും കളിച്ചും ആഹാരമൊക്കെ കഴിച്ചിട്ട് രവി കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ കാറിൽ കയറി, സ്കൂളിലാക്കണ്ടേ, സമയം ഒരുപാടായി. അങ്ങനെ രവിയും കുട്ടികളും പോകുന്നത് നോക്കി സൗമ്യയും അമ്മയും വാതുക്കൽ തന്നെ നിന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.